ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ന്യൂജേഴ്സി തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. എങ്ങനെയാണെന്നറിയോ? അറ്റ്ലാന്റിക് സിറ്റി കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലൊരു അടിപൊളി ബീച്ച് ഏരിയ ആണെന്നൊക്കെയാണ് കേട്ടേക്കണത്. അപ്പോൾ നമുക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ പടുമണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറുണ്ട് ഈ ബീച്ചിലേക്ക്. പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഒരു ബൈക്ക്. നല്ല അടിപൊളി ബൈക്കല്ലേ. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ബൈക്കുകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂജേഴ്സിയിൽ ഇഷ്ടമാതിരി ബീച്ചുകളുണ്ട്, പക്ഷേ എങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബീച്ചാണ് കേട്ടോ ഈ ഒരു അറ്റ്ലാന്റിക് സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അമേരിക്കയിൽ വന്ന സമയത്ത് മേരിലാൻഡിൽ ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ബീച്ചിലേ പോയിട്ടില്ല. വേറെ പല പല സ്ഥലങ്ങളിലൊക്കെയാണല്ലോ നമ്മൾ പോകാറ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ ഒരു ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സീസണാണ്. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഏത് ബീച്ചിൽ പോയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതേ ഇപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇതെന്തോ ഒരു ഇതിൻ്റെ പേരറിയില്ല. ഇതെന്താണത് സാധനം? പ്രാവിനെ പോലെയല്ലേ? എന്നെ കാണുമ്പോഴത്തേനും അതൊക്കെ ഓടിപ്പോവാ. പാത്തുന് തൊപ്പി കിട്ടിയാ? വെച്ചോ, നല്ല വെയിലാണ്. ഇവിടെ നോക്കിക്കണ്ടേ, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കിട്ട് കുറവാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം തിരക്കുണ്ടോ ഇല്ലോ എന്നുള്ളത്. അതെന്തിൻ്റെയാണ് ആ കരച്ചിലേ? ആളുകളൊക്കെ വന്നോടുന്നുണ്ട്. പാത്തു ആ വെള്ളത്തിൽ ചവിട്ടല്ലേ, ഇങ്ങോട്ട് നീങ്ങി നടക്ക്. ഇതിലാണ് നമ്മൾ ബീച്ചിലേക്ക് പോണത്. അവിടെ ആളുകളൊക്കെ കാണുന്നുണ്ട്, കുറേ പേര് തിരിച്ചു വരുന്നൊക്കെ കാണാം. നമ്മളങ്ങനെ ബീച്ചിലേക്ക് നടക്കുന്ന വഴി കണ്ട കാഴ്ചയാണ്. ഇങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങനെ ഇട്ടേക്കാണ്. ഈ മദ്യത്തിൻ്റെയും കൂൾ ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഇങ്ങനെ കുപ്പികളും ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കിടക്കണേണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമേരിക്കയിൽ വന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് കൂടി കിടക്കണ കാണുന്നത്. എല്ലാ സ്ഥലത്തും വളരെ നീറ്റാണ്. ഇവിടെ നീറ്റായിരിക്കണം, പക്ഷേ ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. എന്തായാലും ഭയങ്കര ഒരു അത്ഭുതകരമായ കാഴ്ചയായിട്ട് എനിക്കത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് കിടക്കണ കാണുന്നത്. ന്യൂയോർക്കിലൊക്കെ ചെന്നപ്പോൾ ചിലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ന്യൂജേഴ്സിയിലും അങ്ങനെ വേറെ പല സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം കാണുന്നത്. അങ്ങനെ ഇപ്പോൾ കുറേ പോകാനിട്ട് നടക്കാനുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി കുറേ ദൂരെയാണ് ഇട്ടേക്കണത്. കാരണം അതിൻ്റെ അടുത്തൊന്നും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അടിപൊളി തിരക്കാണ്. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്ത്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഇഷ്ടമാതിരി ആളുകൾ ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും കാണാം കേട്ടോ. ബീച്ചിലൊക്കെ ഇറങ്ങി തിരിച്ചു പോകുന്ന ആളുകളെയും നമുക്ക് കാണാം. ഈ കാണുന്നതൊക്കെ ഹോട്ടലാണ്. ഇവിടെ ഇഷ്ടമാതിരി ഹോട്ടലുകളും പിന്നെ അതുപോലെ തന്നെ വീടുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റിയത് ബീച്ചുകളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ബീച്ചിൻ്റെ അങ്ങോട്ട് കടക്കാനായിട്ട് ഒരുപാട് എൻട്രൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഏതോ ഒരു എൻട്രൻസിലൂടെയാണ് ഇപ്പോൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു വലിയൊരു റെയിൻ ഫോറസ്റ്റ് കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കണ്ട ഒരു ബേർഡില്ലേ, അതുമാതിരത്തെ കിളികളെ നമുക്കിവിടെ ഇഷ്ടമാതിരി കാണാം കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രാവുകളൊക്കെ ആയിരിക്കും അല്ലേ കാണാൻ സാധിക്കുക. എന്തായാലും നല്ല രസമുണ്ട് അതിനെ കാണാൻ. വലിയ പേടിയൊന്നുമില്ല അതിന്. നമ്മളിങ്ങനെ അടുത്തുകൂടി പോയാലും അതങ്ങനെ പറന്നൊന്നും പോകണമൊന്നുമില്ല. അപ്പോൾ അതിനിങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആളുകളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതുമാതിരത്തെ ചില റിക്ഷകളൊക്കെയാണ്. അപ്പോൾ ഈ റിക്ഷയിൽ കയറി ഇരുന്ന് നമുക്ക് പോകാം. ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളുണ്ട് നടക്കാനായിട്ട്. ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതുമാതിരത്തെ റിക്ഷകൾ പിന്നെ ട്രെയിൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ഇങ്ങനെ പോണത്. ഇതേ കണ്ടില്ലേ, പിന്നെ റിക്ഷയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ ഉന്തിക്കൊണ്ട് പോകും. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ അതിൽ 2 പേര് കൂടുതലൊന്നും ഇരിക്കാൻ പറ്റൂല കേട്ടോ. നല്ല പാട്ടൊക്കെ വെച്ചാണ് ആ ഒരു വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കാണാൻ നല്ല രസമാണ്. ഈ റിക്ഷകൾക്കൊക്കെ നല്ല റേറ്റാണ് അവർ ഈടാക്കണത്. ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ്. പിന്നീട് നമ്മൾ ട്രെയിനാണ് ഒരു ഓപ്ഷനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ട്രെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് വരുള്ളൂ.
ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിയ ട്രെയിനൊന്നും അല്ല കേട്ടോ, ചെറിയ ഒരു ബോഗി പോലത്തെ ഒരു കുഞ്ഞ് ട്രെയിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നത്. യാത്രക്കാരെ ആയിട്ടൊക്കെ ഇങ്ങനെ പോകണേണ്. അപ്പോൾ നമ്മൾ കൈ കാണിച്ചാൽ മതി, അവരവിടെ അങ്ങനെ നിർത്തും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് കവർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഫുള്ള് നമുക്ക് കാഴ്ചകളും കാണാൻ പറ്റും. അവിടെ നടന്ന് കാണുന്നതിലും കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് മേരിലാൻഡിൽ പോയപ്പോഴും ഉണ്ടായിരുന്നു ഇത് ആദ്യത്തെ ട്രെയിൻ. പക്ഷേങ്കിൽ അന്ന് നമുക്കിതിൽ കയറാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഫുള്ള് നടന്ന് തന്നെയാണ് കേട്ടോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും ഇതിൽ കയറണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കയറിയതാണ്. ഈ ട്രെയിനിൻ്റെ ഡ്രൈവർ കണ്ടില്ലേ, ഒരു അണ്ണാന് വെള്ളം കൊടുക്കണം കേട്ടോ കണ്ടത്. ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ആ അണ്ണാനിങ്ങനെ വെള്ളം കൊടുക്കണം. നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേനും ആ അണ്ണാൻ ഓടിപ്പോയി. അങ്ങനെ അതേ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ ഇറങ്ങുക, എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവുക. അതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ചെയ്യാറ്. മാത്രമല്ല നമ്മളൊക്കെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴല്ലേ സാധാരണ ബീച്ചിലേക്കൊക്കെ വരാറ്. ഇവിടെ ഇങ്ങനെയല്ല കേട്ടോ. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പ് പോലെയാണ് ഇവർ ഇങ്ങോട്ട് വരിക. അതായത് ഇവരിവിടെ ഈ ബീച്ചിലേക്കൊക്കെ വന്നിട്ട് ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു ടെൻ്റൊക്കെ കെട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെയറൊക്കെ ഇട്ട് ഇരിക്കുക, കിടക്കുക, മദ്യം കഴിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന വിനോദങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുക. പിന്നെ മാത്രമല്ല കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾ മണ്ണിൽ കളിക്കുക. അതിൽ കൂടുതലായിട്ട് മണ്ണിൽ കളിക്കാനുള്ള ടോയ്സൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. ഈ ടോയ്സ് കൊണ്ടുവരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാം. അതുപോലെ തന്നെ ചെയറുകൾ, ബെഡുകളൊക്കെ നമുക്ക് ഇവിടെ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി ഈ ഒരു തീരത്തിരുന്ന് ഇവർ ഫുൾ എൻജോയ്മെൻ്റാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവരൊക്കെ ബീച്ച് എൻജോയ് ചെയ്യണത്. ആ വെള്ളത്തിൽ ഇറങ്ങണേക്കാൾ ഉപരി ഇവർ കൂടുതലും ആ ഒരു ബീച്ചിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ കിടന്ന് കാറ്റൊക്കെ കൊണ്ട് അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യലാണ് ഇവരുടെ പ്രധാന ഒരു വിനോദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ മരത്തിൻ്റെ പലകകൾ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണത്. അതായത് പെട്ടെന്ന് നനവ് കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് അവരിങ്ങനത്തെ ഫ്ലോറൊക്കെ ഇവർ ചെയ്തേക്കണത്. ഇവിടെ ഫുള്ളും ഈ ബീച്ചിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് വെച്ചേക്കണത്. പിന്നെ മാത്രമല്ല ഇവർ വരുമ്പോൾ ഫുള്ള് ബീച്ചിൽ ഇറങ്ങുമ്പോൾ ബീച്ചിൻ്റേതായ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് ഇവർ നിൽക്കുക. അങ്ങനെ ഭയങ്കര ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ ബീച്ചിൽ ആ ഒരു ഇത് എൻജോയ് ചെയ്യണത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ബീച്ച് സൈഡിൻ്റെ കാണുന്ന അതേപോലത്തെ കടകളാണ്. ഫുള്ള് ഡ്രസ്സുകൾ, ടോയ്സുകൾ, ഫുഡുകൾ, ഇതൊക്കെയാണ് ഇവിടെ ഫുള്ള് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും തോറും തിരക്കുകൾ ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലവർ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്, ചിലവർ ബീച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുന്നവർ, അങ്ങനെ പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ മാത്രമല്ല ഈ ഷോപ്പിൻ്റെയൊക്കെ മേളിൽ മിക്കതും റൂമുകളാണ്. അതായത് ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ബീച്ചിലേക്കൊക്കെ വ്യൂ കിട്ടത്തക്ക രീതിയിലുള്ള റൂമുകളും ഹോട്ടൽസുകളൊക്കെയാണ് നമുക്കിതിൻ്റെ മേളിലും പിന്നെ ആ ബാക്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറയിൽ ശരിക്കും അത് അങ്ങോട്ട് പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന പോക്കിൽ കണ്ട ഒരു ബിൽഡിംഗ് ആണ്ടോ, ദേ ഇത് കണ്ടില്ലേ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് എന്തോ ഒരു ഭൂമി കുലുക്കത്തിൽ വന്നിങ്ങനെ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു ബിൽഡിങ് പോലെയാണ്. പക്ഷേ എങ്കിൽ അവർ അതേമാതിരി അങ്ങനെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ ഒരു ബിൽഡിങ്. നമുക്ക് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതേമാതിരി അവരതങ്ങനെ സെറ്റാക്കി വച്ചേക്കണം. അങ്ങനെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു പോക്കിന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അറ്റ്ലാന്റിക് സിറ്റിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാസിനോ ആണ്. ഇവിടെ ഇഷ്ടമാതിരി ക്യാസിനോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയും ആളുകൾ ഇവിടെ വന്നേക്കണത്. നമ്മളീ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഇതേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണം കണ്ടില്ലേ. ദൂരം വണ്ടികളാണെന്ന് നോക്ക്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഉണ്ടോ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ.
കുട്ടികൾക്ക് ബീച്ചിൽ കളിക്കാൻ ആവശ്യമായിട്ടുള്ള ടോയ്സുകളൊക്കെയാണ് അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണത്. നല്ല തിരക്കാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഈ ബീച്ചിലേക്ക് കടക്കാനായിട്ട് ഒരുപാട് എൻട്രൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ എൻട്രൻസിനും ഓരോ സ്റ്റേറ്റുകളുടെ പേരാണ് ഇവർ കൊടുത്തേക്കണം. അതെനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരുപാട് റെസ്റ്റോറൻറ്റ് കണ്ട് നമുക്ക് പറ്റിയ റെസ്റ്റോറൻറ്റ് നോക്കി കയറണം, ഫുഡ് കഴിക്കണം. അതെ, ഇതാണ് നമ്മൾ വന്ന വണ്ടി. ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോ ഹാർഡ് റോക്ക്. നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള യാത്രയിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. ഫുള്ള് ഇങ്ങനെ മ്യൂസിക് ഷോകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ റെസ്റ്റോറൻറ്റുകളും. നല്ല തിരക്കാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ മാത്രമല്ല ഇവിടെയൊക്കെ ഫുള്ള് പോലീസിൻ്റെ കൺട്രോളിലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി അപ്പം ആംബുലൻസ് വരും. അതേ കണ്ടില്ല, അങ്ങനെ ഒരു അപകടം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആംബുലൻസ് വന്നാണ് കേട്ടോ കാണുന്നത്. പിന്നെ മാത്രമല്ല പോലീസ് ഫുള്ള് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ പോലീസിൻ്റെ വണ്ടീൻ്റെ അകത്തേക്ക് കയറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ പോലീസ് മാത്രമായിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമേരിക്കൻ പോലീസിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇവരുടെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റിയ ഫുഡുകളൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു മാള് പോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഷോപ്പുകളും കാസിനും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് കണ്ടില്ലേ, ഇതിൻ്റെ മേൽഭാഗം മൊത്തം ഗ്ലാസ്സാണ്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഫുള്ള് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ഫ്ലോറിൽ കൂടി നടക്കണതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. അത്യാവശ്യം നല്ല തിരക്കാണ്. ഫുള്ളും ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം കേട്ടോ നമുക്ക് അകത്തേക്ക് കയറാൻ. അപ്പോൾ അവർ എണ്ണ അനുസരിച്ചാണ് ഓരോരുത്തരെ കയറ്റി വിടുന്നത്. പുറത്ത് മെനുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മളതിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റെസ്റ്റോറൻ്റ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ഈ നടക്കണ വഴിയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സീറ്റുകളൊക്കെ ഒഴിവുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ അകത്തേക്ക് കയറ്റി വിടാത്തതെന്ന് അറിയില്ല. എന്തായാലും പുറത്ത് നല്ല തിരക്കാണ്. അകത്തും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നണ സീറ്റിൻ്റെ എണ്ണം അനുസരിച്ചാണ് അവർ ഓരോരുത്തരെ അകത്തേക്ക് വിളിക്കണത്. അങ്ങനെ നമുക്ക് അറ്റത്തായിട്ടാണ് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ കോക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐസിൻ്റെ വെള്ളവും. ഇവിടെ ഏത് കാലാവസ്ഥയിലും മഞ്ഞാണെങ്കിൽ പോലും റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് തന്നെ ഐസിട്ട വെള്ളമൊന്നും തരിക. അതിനുശേഷം നമ്മൾ പ്രോൺസ് ഫ്രൈഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് പറ്റ സോസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇരിക്കണതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ തായ് ഫുഡിൻ്റെ പ്രധാന ഫുഡ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ റൈസ് വിത്ത് ഈ ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇതിൽ ഫുള്ള് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ഇതിനു മുമ്പും തായ്ക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഒരു ഫുഡാണ് ഓർഡർ ചെയ്യാറ്. പിന്നെ നമ്മളിതേ ചിക്കൻ ഫ്രൈഡ് റൈസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാനൊന്നും വയ്യ. ഈ ജാസ്മിൻ റൈസ് എന്തായാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക, കാസിനോ ഇല്ലേ, അതാണ്. ഇത് കണ്ട ജസ്റ്റ് കാണിച്ചു തരാവേ. കാസിനോ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. എന്തോ ഗെയിം കളിക്കണ എന്തോ ഇതാണെന്ന് എനിക്ക് തോന്നണം. എന്തായാലും ഫുള്ള് ആളുകൾ ഇരുന്ന് ഇങ്ങനെ ലോട്ടറി പോലെ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കളിക്കണത് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ജസ്റ്റ് ഇവിടം വരെ വന്നൊന്ന് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തു. അതിനുശേഷം ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഒന്ന് ബീച്ചിലേക്ക് ഇനി കടക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും നേരം നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നല്ലോ. അപ്പം നമ്മളിപ്പോൾ കയറിയ ഈ ഒരു എൻട്രൻസ് പെൻസിൽവാനിയ എന്നാണ് കേട്ടോ ഇട്ടേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ എൻട്രൻസിനും ഓരോ സ്റ്റേറ്റിൻ്റെ പേരാണ് ഇട്ടേക്കണേന്ന്. അതെന്താണ് അങ്ങനെ ഇട്ടേക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല വൃത്തിക്കാണ്ട് ഇട്ടേക്കണം. നമ്മൾ ആ നേരത്തെ കണ്ട പോലെയൊന്നുമല്ല. ഈ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് കടന്ന് അപ്പോൾ തുടങ്ങി നല്ല വൃത്തിയാണ് കേട്ടോ. ഒരു കടലാസ് കഷ്ണങ്ങളോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ ഒന്നും നമുക്ക് അവിടെ ഇവിടെ ഒന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, ഫുള്ള് എന്ത് നീറ്റായിട്ടാണ് ഇട്ടേക്കണത്. പിന്നെ മാത്രമല്ല കേട്ടോ, നമ്മൾ ബീച്ചിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുളിക്കാം, അല്ലെങ്കിൽ കൈയും കാലും മാത്രം കഴുകിയാൽ മതിയെങ്കിൽ അങ്ങനെ കഴുകാം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവരിങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ ഷവറൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ്. എന്തെങ്കിലുമൊക്കെ അഴുക്കായാലും കഴുകാനൊക്കെ ഭയങ്കര എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേനും കണ്ടില്ലേ തിരക്കുകളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയറൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. എല്ലാവരും ഇരുന്ന് പാട്ട് കേൾക്കുന്നു, ചിലവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നു, ചിലവർ കിടക്കുന്നു. അങ്ങനെ പല പല ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. ചിലവർ ടെൻറ്റും കെട്ടിയിട്ടുണ്ട്. കുട്ടികളെല്ലാം തന്നെ അതേ മണ്ണിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ടോയ്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബീച്ചിൽ ഇറങ്ങണേക്കാളും കൂടുതൽ ഇങ്ങനെ തീരത്തിരുന്ന് എൻജോയ് ചെയ്യുന്ന ആളുകളെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നണം എല്ലാവരും ടയേർഡായിട്ട് ബീച്ചിലൊക്കെ ഇറങ്ങി വന്നിരിക്കണതായിരിക്കണം. അതേ കണ്ടില്ലേ പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കണം. ഒക്കെ നല്ല വൃത്തിയുള്ള മണ്ണാണ് കേട്ടോ. ഒന്നിലൊരു അഴുക്ക ഒന്നുമില്ല. എല്ലാം നല്ല വൃത്തിക്കാണ് ഈ മണലും ഒക്കെ കിടക്കണത്. ഒരു വേസ്റ്റാ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്കാണെങ്കിലും ഒക്കെ മണ്ണിലൊക്കെ കളിക്കാനൊക്കെ നല്ല ഇതാണ്. അതുകൊണ്ട് തന്നെ എന്ത് തിരക്കാണ് നോക്കും. ഇവിടെയൊക്കെ നമുക്കാണെങ്കിലും ഇരിക്കാം, ഒരു അഴുക്ക ഒന്നും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഫുള്ള് ഈ ബീച്ചിലേക്ക് വ്യൂ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ ഫുള്ള് തിരക്കാണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ട് വേണം കയറാൻ. കണ്ടില്ലേ ആ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. എല്ലാം നല്ല തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബീച്ചിനോട് സൈഡിലായിട്ട് ആ കാണുന്നത് ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അവിടെ ഒരു വലിയൊരു വീലൊക്കെ കണ്ടില്ലേ, അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടാ കുറേ നേരമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നടന്ന് അങ്ങനെ അപ്പോൾ നമ്മളിതേ തിരിച്ചു പോവേണു. പാത്തു അപ്പോൾ നമുക്കിനി തിരിച്ച് നടക്കാം കേട്ടോ. തിരിച്ച് ഒന്നുമില്ലെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കയറിയ വണ്ടിയിൽ തന്നെ ഒന്നും കൂടി കയറാം. നമ്മളിനി പോകുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണോ അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ല. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ടിക്കറ്റൊന്നും എടുക്കണ്ട, നമ്മൾ ആ റൈഡിൽ കയറുന്നതിനാണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളിതേ ഒരു സൈഡിലായിട്ട് കുറേ ഷോപ്പുകൾ കണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ടോയ്സുകളൊക്കെ വിൽക്കണ ഷോപ്പാണ് ഇതെന്നാണെന്ന്. പക്ഷെ അതങ്ങനെ അല്ല കേട്ടോ. ഇതെന്താണ് സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണൂലേ ഇങ്ങനെ ഒരു റിങ് വെച്ചിട്ട് ഇങ്ങനെ എറിയണ ഒരു ഗെയിം, അതാണ് കേട്ടോ സംഗതി. അതാണിത് മൊത്തം ഈ രണ്ട് സൈഡിലും. അതാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. The champ is here, folks. Hey, you guys all did a good job. Good job. Good race. ഓരോ ഗെയിമിലും ജയിക്കുമ്പോൾ ഓരോരുത്തരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഞാൻ കണ്ടത്. അങ്ങനെ കുറച്ചേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ നമുക്ക് ഏതെങ്കിലും റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളിതേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കാണ് കേട്ടോ ഈ റൈഡിലൊക്കെ കയറാനായിട്ട് ഇൻട്രസ്റ്റ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒന്നാമത്തെ കേസ് ഇത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു റൈഡിൽ കയറാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതേ അതിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും കയറാൻ പറ്റിയില്ല കേട്ടോ. കാരണം വെച്ചാൽ രണ്ടുപേരും കുട്ടികളായതുകൊണ്ടേ അവർ കയറ്റിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ്. ഇവിടെ റൈഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ പ്രായം പിന്നെ അതുപോലെ തന്നെ പൊക്കം ഇതൊക്കെ വളരെ പ്രധാനമാണ്. അങ്ങനെ കുറച്ച് റൈഡിലൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക്. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ രണ്ടുപേർക്കും കൂടി പിള്ളേർക്ക് ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കണത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ വന്നൊരു പ്രതീതിയാണ് കേട്ടോ. അടിപൊളി വൈബാണ്, എന്താ പറയുക. എല്ലാവരും ഫുൾ എൻജോയ്മെൻറ്റ് മൂഡിലാണ്. പിള്ളേരൊക്കെ ആയിട്ട് വന്ന് എല്ലാ റൈഡിലും കയറി ഇറങ്ങണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ചില റൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ.
അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള റൈഡുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിലും ഉള്ള റൈഡുകളൊക്കെ തന്നെ, എങ്കിലും കാണുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. അങ്ങനെ അതേ അവസാനം ഇപ്പോൾ അതേ ഒരു റൈഡിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതങ്ങനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള റൈഡാണ്. ഒരു വഞ്ചി പോലെ ഇങ്ങനെ കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുഴയണ രീതിയിലുള്ളൊരു ഇതാണ്. വല്ല തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടെണ്ണവും കൂടി അതിൻ്റെ ഉള്ളിൽ കയറി ഒരു 5 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു റൈഡ്. അങ്ങനെ പിള്ളേരെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിതേ ഈ ഒരു വീലിൽ കയറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ പിള്ളേരെ നിർബന്ധിച്ചപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അവങ്ങളെ ഒറ്റക്ക് വിടാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇതേ ഇപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ കയറുന്നത്, ഞാനും പിള്ളേരും. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. എന്നിട്ട് ലാസ്റ്റ് പിന്നെ അതിന് ക്യാഷ് പേ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഫുള്ള് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ സെറ്റാക്കി വെച്ചേക്കണത്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വീലെന്ന് പറഞ്ഞാൽ വലിയ വീലാണ് കേട്ടോ, നല്ല ഉയരത്തിലാണ് ഇതിങ്ങനെ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കയറുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിലും ഒക്കെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ്. എങ്കിലും ഇതിങ്ങനെ കാണുമ്പോഴേ നമുക്കൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വ്യൂ നമുക്ക് കാണാൻ സാധിച്ചേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കയറിയ ഭാഗങ്ങൾ കണ്ടില്ലേ, ഫുള്ള് റൈഡുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വരുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടാണ്. നല്ല രസമായിരുന്നു. ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല കാഴ്ചകളും ഒക്കെ രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു റൈഡും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലോറിഡയിൽ വെച്ചിട്ട് നമ്മൾ കണ്ട പോലത്തെ ഒരു റൈഡ് ഇത് കണ്ടില്ല, ഇങ്ങനെ പൊങ്ങി പോണത്. അതുപോലെ തന്നെ ഇങ്ങനെ താഴേക്കും വരും. അത് കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ സൈഡും കൂടി ആകുമ്പോഴേ നമുക്ക് പേടി തോന്നും അതൊക്കെ കാണുമ്പോൾ. പക്ഷേങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും എല്ലാ റൈഡിലും കയറി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബീച്ചിലേക്കുള്ള വ്യൂ അടിപൊളിയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയ ആ ഒരു ഭാഗമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഉറുമ്പുകൾ അനങ്ങണ പോലെയാണ് കേട്ടോ നമുക്ക് ഈ ആളുകളെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തോന്നുക. നല്ല വ്യൂ ആണല്ലേ, ഫുള്ളിങ്ങനെ തിരമാലകളൊക്കെ തന്നെ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറണം കേട്ടോ, എന്നാലാണ് നല്ല രസം ഉണ്ടാവുള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി വ്യൂ ആണ് ഇത്. 4 പാടും വ്യൂ ആണ്. ഇതിപ്പോൾ ഒരു സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കണ്ടേ, അതിനേലും നല്ലൊരു കാഴ്ച അല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീല്. അതിന് ശേഷം പിന്നെ നമ്മളിതേ ഇപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു തിരക്കിലാണ്. പോകാനുള്ള നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്, ആളുകൾ ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കണ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതേ ഇതുമാതിരത്തെ ബബിൾ വീർപ്പിക്കണ ഒരു സാധനം ഉണ്ടായിരുന്നേ. പാത്തൂന് അത് വേണമെന്നും പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പോൾ ഇതിന് നല്ല റേറ്റാണ് കേട്ടോ ഈ ഒരു സാധനത്തിന്. ഇതിങ്ങനെ മ്യൂസിക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബബിള് വരും. നല്ല രസം ഉണ്ടായിരുന്നു. ഇത്തരം മ്യൂസിക് ഷോകൾ ഇങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേനും നമ്മളങ്ങനെ സുവനീർ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയതാണ്. ഇവിടെ സുവനീർ മാത്രമല്ല, സാധാരണ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും പോലെ തന്നെ ഒരുപാട് ഷോ പീസുകളും ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നേ. എല്ലാത്തിനും നല്ല റേറ്റും തന്നെയായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ സുവനീറും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേണ്. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴത്തേനും വീണ്ടും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കുകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇപ്പോഴൊന്നും തീരൂല ഇവിടുത്തെ ഈ ഒരു തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, കാരണം എന്ന് വെച്ചാൽ കുറേ നടന്നിട്ട് നമ്മൾ ട്രെയിനിന് പോയില്ലേ, അത്രയും ദൂരം തന്നെ നമുക്കിനി തിരിച്ച് നടക്കാനുണ്ട്. അപ്പോൾ തിരിച്ചിനിപ്പോൾ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ട്രെയിനൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുള്ള് കുറേ നടന്ന് കിടന്നാണ് നമ്മൾ പിന്നെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബീച്ച് സൈഡിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ന്യൂജേഴ്സിയിലുള്ളവരെല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ബീച്ചാണ് അറ്റ്ലാന്റിക് സിറ്റി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അടിപൊളി.